ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടി മാത്രമല്ല, എല്ലാവരും പനി പിടിച്ച് ആ മൂലയിൽ ഈ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എന്നാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. നമ്മുടെ ട്രീ കെട്ടലും പുൽക്കോട് കെട്ടലും ഒക്കെ പനിയിൽ മുങ്ങിപ്പോയി കേട്ടോ. പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പം ഒരു സ്റ്റാറോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് കരോള് വന്നു. പിന്നെ താഴത്തെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പുൽക്കോടൊക്കെ കണ്ട് നമ്മളങ്ങനെ നിർവൃതി അണഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും തന്നെ പനിയൊക്കെ ആയിരുന്നു. എൻ്റെ തല മാത്രമാണ് കുറച്ചൊന്ന് പൊന്തിയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പനി പിടിച്ച് കിടപ്പായതുകൊണ്ട് എൻ്റെ ക്രിസ്മസ് ആയപ്പോൾ ഏൽപ്പിച്ച് വിട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്ന പാടെ ഓടിപ്പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു. പിന്നെ എന്നത്തെയും പോലെ കടിഞ്ചായൊക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം നമ്മുടെ പനിക്കൂർക്കയും കുറച്ച് പുളിയിലയും തുളസിയിലയും എല്ലാം കൂടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് മക്കളെ രണ്ടുപേരെയും കഴുത്തിന് കീപ്പോട്ടൊക്കെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. എന്നാലാണ് ആൾക്ക് ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഏറ്റിരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. കാറ് കേട്ടോ. ജസ്റ്റ് മേലൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പന്നിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, പന്നി ഇറച്ചി. അപ്പം ഞുറുക്കാത്ത ഇറച്ചിയായിരുന്നു. കുറച്ച് പാട് വിട്ട് ഞാനൊന്ന് നുറുക്കിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ തേങ്ങ ചിരകുന്ന സാധനത്തിലും ഇങ്ങനെ വെച്ചിട്ട് അറുത്ത് നോക്കിയപ്പോഴത്തേക്കിനും അതിന് മൂർച്ചയില്ല, ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി റെഡിയാക്കി എടുത്ത് പന്നിയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുറച്ച് ഉരുക്കാമെന്ന് വിചാരിച്ചേ, കാരണം നെയ്യ് കൂടുതലുള്ള. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്ത് അതിൻ്റെ നെയ്യൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കടുകും എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളിനി പന്നിക്കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പപ്പുഴുക്കും പന്നിക്കറിയുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഉച്ചക്കത്തേനൊന്ന് കൂട്ടാൻ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ പന്നിക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തോരനും പിന്നെ മോര് കാച്ചിയതുമാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കൂട്ട് മോര് കാച്ചിയത് ഇരിപ്പുണ്ട്. ക്രിസ്മസ് ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എടുക്കും. അപ്പോൾ പന്നിക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ഇന്ന് തുണി അലക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് തുണിയൊക്കെ കഴുകി അഴയെ കൊണ്ട് ഇട്ടായിരുന്നു കേട്ടോ. രാവിലെ വന്നപ്പോഴത്തേക്കിനും തുണിയൊക്കെ ഉണങ്ങി. പക്ഷെ പറമ്പിൽ നിന്ന് പറക്കിയെടുത്തത് മാത്രം കേട്ടോ. നല്ല കാറ്റായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുണി അലക്കാനൊന്നും ഇല്ല. പിന്നെ കുറച്ചിന്ന് വൈകിട്ട് എന്തായാലും കാണും. പിന്നെ വൈകിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടിട്ട് ഡ്രയറിലിട്ട് നാളെ രാവിലെ വിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം 2 ദിവസമായിട്ട് ഫുൾ ടൈം തന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് വലിയ ക്ഷാമമില്ല. എപ്പോൾ വേണമെങ്കിലും തുണിയൊക്കെ അലയ്ക്കാൻ മതി. അപ്പം ചിക്കനും കറി വെച്ച് പിന്നെ നമ്മുടെ പന്നിയിറച്ചിയൊക്കെ കറിയാക്കിയതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ നമ്മുടെ മേത്തൊന്നും ആകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, സാധാരണ വീഡിയോ എടുക്കേണ്ട ദിവസങ്ങളിൽ തലേദിവസമേ ഫോണൊക്കെ കുത്തിയിട്ട് നന്നായിട്ട് ചാർജൊക്കെ ആക്കി വെക്കാറാണ് പതിവ്. ഇന്നലെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഇന്നലെ ഞാൻ സത്യം പറയാം, എനിക്ക് ക്ഷീണമായിരുന്നു. ഞാനും കിടന്ന് ഉറങ്ങിപ്പോയി. കുത്തിയിടണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഫോണെ തോണ്ടിയിരുന്നിരുന്ന് ഞാൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മുടെ പന്നിക്കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫോണ് കൊണ്ടുപോയി ഞാൻ കുത്തിയിട്ടു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കപ്പപ്പുഴുക്ക് മിക്കപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലല്ലോ. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫോണൊക്കെ കുത്തിയിട്ടത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പന്നിക്കറിക്ക് വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെള്ളുള്ളി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പന്നിക്കറിക്കൊക്കെ നമ്മൾ ഉള്ളിയല്ലേ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ചിക്കൻ കറിക്ക് മാത്രം നമ്മൾ സവാള കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്തിട്ട് അത് നന്നായിട്ട് അരപ്പ് മൂപ്പിച്ചിട്ട് നമ്മൾ പകുതി വറുത്ത് വെച്ചിരിക്കുന്ന പന്നിയില്ലേ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്നിക്കറിയെ. അപ്പോൾ അബിക്കും കൂടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി മസാല ചേർത്തിട്ടില്ല, നന്നായിട്ട് ഉണക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പന്നിക്കറി റെഡിയായി വരുന്ന ഗ്യാപ്പിൽ വേഗം പോയിട്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അത്യാവശ്യം ക്ലീനിങ് ഇറച്ചി മീനൊക്കെ ഉള്ള പരിപാടിയൊക്കെ കഴിഞ്ഞായതുകൊണ്ട് വേഗം പോയി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അരി ഇടുകയാണ് കേട്ടോ. അപ്പം കുടിവെള്ളം കുറച്ച് എടുക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച വെള്ളത്തിൽ ഞാനിന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു ലോഡ് ബിസ്ക്കറ്റ്, പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ കേക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടോ. ആ കേക്കിൻ്റെയൊക്കെ കുറച്ച് അംശങ്ങളൊക്കെ വെള്ളത്തിലുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക്
മനസ്സിലായി എൻ്റെ മക്കളുടെ പരിപാടിയാണെന്ന് അതൊന്നും കേട്ടോ. അപ്പോൾ ഇനി ആ വെള്ളം എടുക്കാൻ കൊള്ളൂലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് അടുത്ത കുടം വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ്. എത്ര മൂടി വെച്ചാലും അതിൻ്റെ മണ്ടേ കൊണ്ടേ നമ്മൾ വെയിറ്റ് വെച്ചാലും ഇവരത് തള്ളിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കലക്കി വെക്കും കേട്ടോ. ചില സമയത്ത് ഞാൻ അത്യാവശ്യം പണിയൊക്കെ തീർന്നിട്ട് നമ്മൾ അടുക്കളയുടെ ഡോറങ്ങ് അടച്ചിടും കേട്ടോ. പക്ഷേ ഇപ്പം ആവി കുറ്റിയൊക്കെ എടുക്കാറായതുകൊണ്ട് എത്ര ചാരിയിട്ടാലും കുറ്റിയിട്ടിട്ടാലും അതൊക്കെ തുറന്നെടുത്ത് എന്തെങ്കിലുമൊക്കെ പണി നടത്തും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കുടിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ അടുപ്പിലിട്ട ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനി റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ തിളക്കത്തി ഊറ്റിയാൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ആ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കപ്പ വേവിച്ച്. കപ്പ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിനകത്ത് വേവിച്ചിട്ട് കപ്പപ്പുഴുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മൾ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം ഇത്രയും സാധനോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്തേക്ക് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവി സെറ്റാക്കിയിട്ട് നമ്മൾ കഴുകി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വെന്ത് വരണം. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്കകത്തും പന്നിക്കറിക്കകത്തും ഒന്നിനകത്തും കരിയാപ്പിലില്ല. അറിയാമല്ലോ, നമുക്കിവിടെ കരിയാപ്പും ഇല്ല, കരിയാപ്പിലയും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കരിയാപ്പിലില്ലാത്ത ചിക്കൻ കറി നമ്മൾ വെക്കും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഏകദേശം എല്ലാം സെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലാതെ നല്ല കുറുകനെയുള്ള ചിക്കൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, എല്ലാം കഴുകി വെച്ചു. അന്നേരത്തേക്കിന് നന്നായിട്ട് ചിക്കൻ കറി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേവി കുറച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ 2 കൂട്ടം കറി ഉള്ളതുകൊണ്ട് എല്ലാവരും അധികം കഴിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതായിട്ട് ഏറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും കാപ്പിയൊക്കെ ആയി, ചിക്കൻ കറിയായി, പന്നിക്കറിയായി, കപ്പപ്പുഴുക്കായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാപ്പി കുടിക്കുന്ന പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിക്കാൻ തന്നെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വിശാലമായിട്ടിരുന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇന്ന് അധികം നമ്മൾ ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പം നമുക്ക് വേണ്ടി ഒരു റെസ്റ്റും ആഘോഷമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ വല്ല സിനിമയും കണ്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും പിന്നെ പന്നിക്കറിയും എല്ലാം എടുത്ത് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ടി വിയിൽ കടുവ സിനിമ കണ്ട് മടുത്താണ്, എന്നാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടയ്ക്ക് ഇങ്ങനത്തെ ഇടിയും ബഹളമൊക്കെ ഉള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും കുത്തിപ്പിടിച്ചിരുന്ന് കാണും. പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ ഇരുന്ന് കാണും കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാപ്പി കുടിക്കുകയാണ് എല്ലാവരും. അപ്പം ഞാനും ഈ കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് ഓട്ടോ വന്ന് നിന്നു. അമ്മ വന്നു കേട്ടോ. അപ്പം അച്ഛൻ രാവിലെ ഇങ്ങ് പോകുന്നായിരുന്നു, ഏട്ടായി പോയി കൂട്ടിക്കൊണ്ടേ പോകുന്നു. മാച്ച് വന്നില്ല, ഷീൻചേട്ടനൊക്കെ എന്തോ ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛൻ അവിടുത്തെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പിള്ളേരെയൊക്കെ കളിപ്പിച്ചിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കുറച്ചെടുത്തിട്ട് കറിയും വെച്ചു, പിന്നെ കുറച്ച് അരച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് വറക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്ന പാടെ അമ്മയ്ക്കും കാപ്പി കൊടുത്തു. കപ്പയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കുഞ്ഞാപ്പീനെ അവിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് അവർ 2 പേരെയും കൂടെ കൂട്ടി മേടിച്ചിട്ട് അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറയാമെന്ന് പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്ന് നമുക്ക് ഒരു കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചേട്ടൻ നമ്മുടെ വീടിന് അടുത്തുള്ളതാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴും ഒരു കേക്ക് കിട്ടി, പിന്നെ മാച്ചൂന്നേന്ന് കിട്ടി, പിന്നെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരു 5-6 പാക്കറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ദിവസത്തേന് ഇവിടെ കേക്ക് മയമായിരിക്കും, മിക്ക വീടുകളിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ന്യൂ ഇയറിനൊക്കെ നമുക്കിനി ക്രീം കേക്ക് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് വീട്ടിൽ പോകുന്നില്ലേ എന്ന്. ക്രിസ്മസിന് ഇത്തവണ നമ്മൾ വീട്ടിൽ പോകുന്നില്ല ഗൈസ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവിടെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ലീവ് കിട്ടത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ ചേച്ചി പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ലീവ് കിട്ടത്തില്ല. ഈയിടെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ ജ്യോതിര എൻഗേജ്മെൻറ്റ് കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ട് അമ്മ വരത്തില്ല, പിന്നെ അമ്മാളും വരത്തില്ല കേട്ടോ. അമ്മാളൂര് 2-3 കൂട്ടുകാർ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവർക്ക് കൂട്ടൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്, ന്യൂ ഇയറിന് വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ടും പ്രത്യേകിച്ച് ആരെയും കാണാനും ഇല്ല, വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാനും. അപ്പം ഇനിയിപ്പോൾ അവരെല്ലാവരും വരുന്നൊരു ദിവസം പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
പിന്നെ ഈയിടെ നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെയും കൂടെ ഒന്ന് അടിച്ച് പൊളിച്ചൊക്കെ നിന്നുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല കേട്ടോ, ആഘോഷ ദിവസങ്ങളിൽ വീട്ടിൽ പോകാത്തതിൻ്റെ. സാധാരണ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഒന്ന് വീട്ടിൽ പോയി തല കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമം വരുന്നതാണ്. പിന്നെ ഈയിടെ പോയിട്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നു, അങ്ങനെ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ഉണ്ടല്ലോ ഈ മാസം ഒരു വിശേഷ ദിവസം കൂടിയുണ്ട്. ഡിസംബർ 13 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ 3-4 കൊല്ലം മുമ്പ് ഈ സമയത്ത് നമ്മൾ കല്യാണത്തിൻ്റെ നെട്ടോട്ടങ്ങളിലായിരുന്നു. നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ തോരൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അയ്യോ, ടിപ്പു ഇനി ന്യൂ ഇയർ ഒക്കെ കഴിയാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ഉള്ള കുര നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്ന അവന് ഭയങ്കര ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് അവനിങ്ങനെ നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തോരൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകി എടുക്കുകയാണ്. തേങ്ങ ചിരകി എടുക്കാൻ ഇളവൻ തേങ്ങയായിരുന്നു കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കരിക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് കഴുന്നൊക്കെ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കഴുന്ന് പോകുന്ന ഭാഗം പെറുക്കിയെല്ലാം കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ അരച്ചൊക്കെ എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതുകൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വെച്ചൊരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയാകും കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് മഞ്ഞൾ കളറിൽ ഇരിക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോറക്കായപ്പോഴത്തേക്കിന് ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി മക്കൾക്ക് ആദ്യമേ തന്നെ ഫുഡൊക്കെ കൊടുത്തു. മരുന്നൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആവി പിടിക്കുന്ന മരുന്നില്ലേ, അതൊക്കെ ഇട്ടൊന്ന് ആവിയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ മാച്ചൊന്നിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും ചോറ് കൊടുത്തു, പിന്നെ അമ്മയ്ക്ക് ചോറ് കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് വിശ്രമിച്ചു, വർത്താനൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടി കൊണ്ടുപോയിട്ട് ആട്ടി ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഒരാളെ ഉറക്കാൻ വന്നപ്പോഴത്തേക്കിനും അബിക്കും തൊട്ടി തന്നെ കിടന്നുറങ്ങണം. അങ്ങനെ വാശി പിടിച്ച് കരഞ്ഞ് കണ്ണൊക്കെ ഇടുമിച്ചിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. പിന്നെ കുറേ നേരം കുഞ്ഞാപ്പിനെ ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കാൻ നോക്കിയെങ്കിൽ ആൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാപ്പിനെ എടുത്ത് കട്ടിലേക്ക് എടുത്തിട്ട് പിന്നെ അബീനെ തൊട്ടിക്കെടുത്തി ആട്ടി ഉറക്കി കേട്ടോ. പനിക്കോളൊക്കെ ആയതുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ആബിത തൊട്ടിയിലും കുഞ്ഞാപ്പിത കട്ടിലിലും കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കുമാണ് ഞാനും ഏട്ടായി ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ തിന്നെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ അച്ഛനൊക്കെ കൊണ്ടുവന്ന സ്റ്റാർ, പച്ചയും ചുമലയും, നമ്മുടെ റോസും നീലയും. അപ്പോൾ രാത്രി ആകുമ്പോഴാണ് ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഇതിപ്പം ഹബിയുടെ വാശിയുടെ പുറത്ത് പകല് വിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ്ടാ മിറ്റൊക്കെ അടിച്ചാന്ന് പറയല, മൊത്തം കരിയിലായി. അത് കൂട്ട് കാറ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കിട്ടുന്നങ്ങ് ഉറങ്ങി ഒരു 5:45 വരെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് എന്നത്തെയും പോലെ വിളക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, കാപ്പിയും കഞ്ഞിയൊക്കെ രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നു കേട്ടോ, സിനിമയൊക്കെ കണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ദിനാശംസകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.